കുണ്ടറ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോഴും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നില്ലെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. SI അതുലിന്റെ നിർദ്ദേശപ്രകാരമാണ് സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ ഒപ്പം കൊണ്ടുപോയത്. ആ പ്രതികരണം ആദ്യം കേൾക്കാം. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണിയായി. ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. പോലീസുകാർ ഇല്ല. ശ്രീജി സാറും അതുൽ സാറും കൂടിയാ പറഞ്ഞത്, രണ്ടുപേരും കൂടിയാ പറഞ്ഞേ വാ കയറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിരുന്ന എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി ഒന്ന് കയറി. അല്ല, കളറിലായിരുന്നു. അപ്പോൾ അതാണ് വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ നമ്മളോട് രാജ്കുമാർ പറഞ്ഞു തരും. രാജ്കുമാർ തയ്യാറായി നിൽക്കുകയാണ് കൊല്ലത്ത്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഇതാ പുതിയ വെളിപ്പെടുത്തലുകളടക്കം പുറത്തേക്ക് വരികയാണ്. പരാതിക്കാരിയെ കൊണ്ടുപോകുമ്പോഴും വനിതാ പോലീസുകാരടക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതാ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ആ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പം ഈ കേട്ടില്ലേ, ഇത് ഇന്നലെ രാത്രി നമ്മൾ മറ്റൊരു വെളിപ്പെടുത്തൽ ഈ പെൺകുട്ടിയുടെ തന്നെ കൊടുത്തിരുന്നു. ക്രൂരമായി പോലീസ് ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള വിവരം. അതിൻ്റെ ആ ഒരു സമയത്ത്, അതായത് രാത്രി 12 മണിക്ക് ഈ പെൺകുട്ടി, അതായത് ഈ ശശികല, ഈ പെൺകുട്ടിയുടെ മുത്തശ്ശി തൻ്റെ ചെറുമോനെ കാണാനില്ല, 13 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ അനിയനെ കാണാനില്ലെന്ന് കാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ. അത് രേഖാമൂലം പരാതിയില്ല, അവിടെ ചെന്ന് പരാതി പറയുന്നു. കേട്ട ബാധി കേൾക്കാതെ ബാധി ഈ പെൺകുട്ടിയെ വീട് കാണിച്ചു കൊടുക്കാൻ നീ കൂടി കയറൂ എന്ന് പറഞ്ഞ് SI അതുൽ ഉൾപ്പെടുന്ന സംഘം ഈ 16-കാരിയായ പെൺകുട്ടിയെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവുകൾ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ കൂടി ജീപ്പിൽ, ആ അർദ്ധരാത്രിയിൽ ജീപ്പിൽ കയറ്റി 12 മണിക്കാണ് പെരുമ്പുഴയിലെ ഈ സിയാദ് ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ഭാര്യയുടെ അവിടെ ഒപ്പം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ ഫിക്സിൻ്റെ അസുഖം സാധാരണ വരാറുള്ള സിയാദിന് അതുകൊണ്ട് തന്നെ എന്നും രാത്രി മരുന്ന് കഴിക്കുമ്പോൾ അതിന് സെഡേഷൻ ഉണ്ട്, മയങ്ങിപ്പോവും. ആ മരുന്ന് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അബോധാവസ്ഥയിലാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ ഭാര്യയും 2 മക്കളും കൃത്യമായി അദ്ദേഹം പോലീസിനോട് പറയുന്നുണ്ട്, അവശ നിലയിലാണ്, ഇപ്പം മയങ്ങുന്ന സമയമാണ്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് അവനെ ഞങ്ങൾ സ്ഥിരമായി ഉറക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ വീടിൻ്റെ അകത്തേക്ക് കയറുകയും അവിടെ ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് സിയാദിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോഴും മൂകസാക്ഷിയായി ഈ 16-കാരി പെൺകുട്ടിയും ഈ ജീപ്പിൽ തന്നെ ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഇല്ലാതെ. ഒരു സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്റ്റേഷനിൽ പോലും രാത്രി ഒരു സ്ത്രീകളെയോ അല്ലെങ്കിൽ പെൺകുട്ടികളെയോ, പ്രത്യേകിച്ച് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷനിൽ ഇരുത്താൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ വീടുകളിൽ പോയി മൊഴിയെടുക്കണം എന്നെല്ലാമുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ നിരവധി ഉത്തരവുകൾ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ മുഴുവനും കാറ്റിൽ പറത്തി നിയമം കയ്യിലെടുത്തുകൊണ്ട് തങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു കാട്ടുനീതി ചെയ്തതും ഈ പറഞ്ഞ കോവിൽമുക്ക് എന്നുള്ള സ്ഥലത്ത് വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും വഴി ഈ സിയാദിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അത് ഇന്നലെ ആ പെൺകുട്ടി നമുക്ക് അത് വെളിപ്പെടുത്തിയിരുന്നു. അത് കൃത്യമായി ഒരുപക്ഷെ ആ ബൈറ്റ് പ്ലേ ചെയ്താൽ കഴിയുമെങ്കിൽ അതുകൂടി നമുക്ക് കേട്ടാൽ അത് പ്രേക്ഷകർക്ക് ഒന്നുകൂടി മനസ്സിലാവും. ആ ഒരു സംഭവത്തിൽ അതേസമയം തന്നെ പോലീസിൻ്റെ ഇപ്പോഴത്തെ വശം, ഇത് കൊട്ടാരക്കര റൂറൽ SPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്നാണ് DGP പറഞ്ഞിട്ടുള്ളത്. റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൈം DYSP പ്രസാദ് ഇന്ന് ഏത് സമയത്തും ഈ സിയാദിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ വീട്ടിലോ ഒക്കെ പോയി മൊഴിയെടുക്കാനും അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതേസമയം തന്നെ മഞ്ഞപ്പിത്തമാണ് മരണകാരണം, മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം തുടക്കം മുതലേ പോലീസ് നടത്തി വരുന്നു. അദ്ദേഹം മരിച്ചതിന്, അതായത് ഈ അടക്കത്തിന് ശേഷം, നമ്മൾ ഇന്നലെയാണ് കൈരളി ന്യൂസ് ഈ വാർത്ത രാവിലെ ആദ്യമായി പുറത്തുവിടുന്നത്. ആ പുറത്തുവിട്ട നിമിഷം മുതൽ പോലീസ് അങ്കലാപ്പിലാണ്. അവർ ഏത് വിധേനയും ഈ സിയാദിനെ മോശക്കാരനായി ചിത്രീകരിക്കാനും, ആര് സ്റ്റേഷനിലേക്ക് വിളിച്ചാലും അത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചല്ലേ, ഞങ്ങൾ ഇടിച്ചതൊന്നുമല്ല, ഞങ്ങൾ ആരും തൊട്ടിട്ട് പോലുമില്ല, നിങ്ങൾ ഇവിടുത്തെ CCTV പരിശോധിച്ചോളൂ, ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഈ പോലീസ് ഇതെല്ലാം
പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ കഴിഞ്ഞ ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണകാലത്ത് ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായി 3ാം മുറ ഉപയോഗിച്ച് പോലീസ് കെട്ടിത്തൂക്കി കാലുവരെ അടിച്ചു തകർത്ത സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു 3ാം മുറ പോലീസിന്റെ പ്രയോഗം എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരു ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ മുഴുവനും CCTVകൾ സ്ഥാപിച്ച് അവിടെ വരുന്നവരോട് മാന്യമായി പെരുമാറണം, അവിടെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന ഉത്തരവുകൾ വരെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകമായി വീണ്ടും വീണ്ടും പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ ആ ഉത്തരവുകൾ അതേപടി നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അതേ നിലപാട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ പോലീസ് ഇതെല്ലാം സൗകര്യപൂർവ്വം അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റേഷനിൽ വെച്ചൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ നിന്നെ കൊണ്ട് പറയിപ്പിക്കപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞ് ഈ ജീപ്പിൽ വെച്ച് അതിക്രൂരമായി ഈ പറയുന്ന സിയാദിനെ അവിടെ അവർ മർദ്ദിച്ചത്. അത് അതിന് സാക്ഷിമൊഴിയുണ്ടെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ തൊട്ടിട്ടില്ലെന്നായിരുന്നു. ആ പോലീസിന്റെ വാദം കളവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃക്സാക്ഷിയുടെ മൊഴി. ഏതൊരു കോടതിയിലും ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ ജീപ്പിൽ ഇരുത്തിക്കൊണ്ട് പോകുമ്പോൾ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഐ വിറ്റ്നസ് ആണ്. അത് നേരിട്ട് കണ്ട ഒരു പെൺകുട്ടി ആ സിയാദിനെ അടിക്കുന്നത് കണ്ടു എന്നിപ്പോൾ മാധ്യമങ്ങളോടും കൈരളിയോടും ഉൾപ്പെടെ ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ കൂടിയുള്ളത്. ഒരു വനിതാ പോലീസ് ഇല്ലാതെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ സിയാദിന്റെ പിതാവ് ബദറുദ്ദീൻ ഈ പറഞ്ഞതെല്ലാം കേട്ടല്ലോ, അങ്ങേക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് മോനെനിക്ക് നീതി കിട്ടണം. പോലീസ് സ്റ്റേഷനിൽ പോലീസ് വണ്ടിക്കകത്തിട്ട് ഇടിച്ച അവനെ ശരിയാക്കി. 16 വയസ്സുള്ള കൊച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടിച്ച് കൊണ്ടുപോയി ഒന്നുമില്ലാന്നും പറഞ്ഞ് രാവിലെ ഇറക്കി അവനെ വിട്ട്. അവൻ്റെ വാരിയെല്ലൊക്കെ പൊട്ടി, ഇൻഫെക്ഷനായി, പഴുപ്പായി. അങ്ങനെയാ മരണകാരണം. ഈ പോലീസുകാരെ ഞാൻ വിടത്തില്ല. ഞാൻ വന്ന് അവിടെ ഇരിക്കും, അല്ലെ എൻ്റെ ജഡത്തിന് ഉത്തരവാദിത്തം പറയണം പോലീസുകാർ. ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ 38 ദിവസം കഴിഞ്ഞു. പോലീസുകാർ 17-ാം തീയതിയാണ് വിട്ടയക്കുന്നത്. ഇപ്പോൾ 38 ദിവസമായി. ഈ 38 ദിവസം മരണം സംഭവിച്ചത് അതുവരെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ആരും ചെയ്തിട്ടില്ല. പോലീസുകാരല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. ഒരു അസുഖക്കാരനും അല്ലായിരുന്നു അവൻ. ഒരു അസുഖക്കാരനും അല്ലായിരുന്നു. അന്തസ്സായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാ. ഈ പോലീസിൻ്റെ ഇടിയിലാണ് എൻ്റെ മോൻ വീണുപോയത്. അല്ലാതെ ഒരു പ്രശ്നമല്ല. ഈ 16 വയസ്സുള്ള കൊച്ച് ജീപ്പിൽ ഇരിക്കുകയായിരുന്നു. അവൻ ജീപ്പിനകത്തിട്ടാണ് പോലീസുകാർ ഇടിച്ചത്. ഇടിച്ച് അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ ഒന്നും കേസില്ല എന്നും പറഞ്ഞാണ് അവന് പ്രോട്ടീൻ മേടിച്ചു കൊടുത്താണ് അവനെ വിട്ടത്. ജ്യൂസ് കൊടുത്താണ് അവനെ വിട്ടത്. അത് മാത്രമല്ല, അതിലാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യം. ഈ 16-ാം തീയതി കസ്റ്റഡിയിൽ എടുക്കുന്നു, 17-ാം തീയതി കാണാതായി എന്ന് പറയുന്നത്. അതായത് സിയാദ് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ പരാതിക്കാർ പറഞ്ഞിരുന്നത്, സംശയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഒരു മുൻവിധിയോടുകൂടി സിയാദ് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, 13 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി, മറ്റൊരു കുട്ടിയെയും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിയാദിനെ കസ്റ്റഡിയിലെടുത്തതും അന്ന് ഈ രാത്രി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് ജീപ്പിനകത്ത് വെച്ചിട്ട് ഇടിക്കുന്നതും. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴേക്കും പിന്നെ പോലീസ് മര്യാദരാമന്മാരാണ്. അവിടെ വെച്ചൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നമ്മളും പറയുന്നു. ഉറപ്പായും അവിടെ വെച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ 17-ാം തീയതി ഈ 13-കാരൻ മടങ്ങി വന്നതോടെ രാവിലെ ഈ 8:45 സിയാദിനെ സ്റ്റേഷനിൽ നിന്ന് സിയാദെ ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയതാണ്, അവർ തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചു പോയതാണ്, താൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് സിയാദിനെ പറഞ്ഞു വിടുമ്പോൾ ഈ പറഞ്ഞ ഇടിച്ച പോലീസുകാരിൽ ഒരാൾ ഈ സിയാദിനെ അവിടുന്ന് ജ്യൂസും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് സുഖിപ്പിച്ച് ഒരു സോപ്പിട്ട് ഒരു പരാതി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടാണ് അവിടെ വെച്ച് പുറത്തേക്ക് അന്ന് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കുന്നത്. രാജ്കുമാർ, ഈ പോലീസ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം മർദ്ദനത്തിൻ്റെ ആയിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും പുറത്തേക്ക് വരാനുണ്ടോ? അത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ചൂണ്ടിക്കാട്ടി തടി ഊരാനുള്ള ഒരു നീക്കമാണോ? എന്താണ് കൃത്യമായി അതിലെ വിവരങ്ങൾ? ഈ ഹെപ്പറ്റൈറ്റ്സ് ബി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട മഞ്ഞപ്പിത്തം നേരത്തെ ഈ സിയാദിന് വന്നിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് ചികിത്സിക്കുകയും ചെയ്തിരുന്നു. അത് ഒരു തവണ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മരണം വരെ അയാളുടെ ശരീരത്തിൽ അത് ഉണ്ടാവുമെന്ന് ഏതൊരു ബാധിതൻ്റെ ബാലപാഠം അറിയാവുന്നവർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതൊരിക്കലും ശരീരത്തിൽ നിന്ന് പോവില്ല. അതൊരു ആൻറ്റിബോഡിയായി അവിടെ ഉണ്ടാവും. പക്ഷേ അതേസമയം ഈ ഇടിയുടെ അതുവരെ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഏതൊക്കെ വണ്ടികളാണ് അദ്ദേഹം ഓടിച്ചിരുന്നത്? അവൻ ടോറസ് ഓടിക്കും, ടൂറിസ്റ്റ് ബസ് ഓടിക്കും, പ്രൈവറ്റ് ബസ് ഓടിക്കും, ലാറി ഓടിക്കും, എല്ലാ വണ്ടിയും, വലിയ വണ്ടി എല്ലാം ഓടിക്കും. തമിഴ്നാട്ടിൽ പേരൊക്കെ ഓടിച്ച് ഒറ്റയ്ക്ക് പോകും. നല്ലൊരു ഡ്രൈവറാവൻ. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരാളല്ല. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ. 36 വയസ്സല്ല അവള്. പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ്. അവൻ്റെ വാപ്പായെ പേടിച്ചാണ് ഇത് പറയാതെ കൊണ്ടു നടന്നത്. വാപ്പ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പറയാതെ കൊണ്ടു നടന്നതിൻ്റെ എല്ലാ പേരും ഇങ്ങനെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു.
അന്നേ അവ ആശുപത്രി പോയി കിടന്നിട്ട് കേസാക്കിയായിരുന്നെങ്കിൽ ഇതിലും വലിയ പ്രശ്നമായിട്ട് മാറി. അവൻ്റെ മൊഴി മതിയായിരുന്നു. അതാണ്. അപ്പോൾ അന്ന് ഈ പോലീസിന് അത് ചോദിച്ചു, നമുക്കത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സാലിയും അതുപോലെ തന്നെ മകളുമൊക്കെ, നമുക്ക് ആ വീഡിയോ കൂടിയുണ്ട്. സിയാദ് മരിച്ച ദിവസം ഈ പെൺകുട്ടി, അതായത് സൗമ്യ എന്ന് പറയുന്ന മകൾ, ആ വളർത്തുമകൾ, അവൾ ഈ പോലീസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് ഞാൻ പറഞ്ഞതല്ല എൻ്റെ പപ്പ നിരപരാധിയാണെന്ന്, നിങ്ങളുകൊണ്ട് എൻ്റെ പപ്പയെ ഇടിച്ചു കൊന്നില്ലേ എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നമ്മളും പുറത്തുവിട്ടതാണ്. ആ സമയത്ത് സിയാദ് വീട്ടിൽ വെച്ച് ഇവരോടൊക്കെ പറഞ്ഞത്, ഞാനൊരു ഡ്രൈവറാണ്, പോലീസിന് ഞാൻ എന്തെങ്കിലും പോലീസിനെതിരെ പരാതി കൊടുത്താൽ അവരെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, എനിക്ക് ഭയമാണ്, അത് തൽക്കാലം നമുക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയിൽ ഇന്നത്തെ നമ്മുടെ മലയാളികൾ ഏറിയ പങ്കും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു തരത്തിലൊരു പ്രശ്നങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിക്കുന്നത്. പോലീസുമായി ഏറ്റുമുട്ടാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം ഉള്ള ഒരാളായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു വഴക്കാളിയോ അല്ലെങ്കിൽ ആരെങ്കിലുമായി ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഏതെങ്കിലും മുമ്പ് ഒരു കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഈ സിയാദിനെതിരെ ഒരു പരാതിയോ കേസോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആരോഗ്യ ദൃഢഗാത്രൻ, ഇന്നലെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ MLA-യും പറഞ്ഞു, ലോറിയും ബസ്സും ഒക്കെ ഓടിച്ചു നടക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ സാമാന്യം ആരോഗ്യമുള്ള ഒരാളായിരിക്കണം. ആ ആളിന് പെട്ടെന്ന് ഈ ഒരു 38 ദിവസം കൊണ്ട് ശരീരം ആദ്യം മുതലേ, അതായത് ഈ സംഭവത്തിന് ഉടനെ പിറ്റേ ദിവസം തന്നെ അവർ ചികിത്സിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പിറ്റേ ദിവസം തന്നെ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പെരുമ്പുഴയിൽ പോയി ഇവർ ചികിത്സിച്ചു. അന്ന് അവർ വയ്യാതായി, ചുമയുണ്ടായിരുന്നു, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്ക് വിധേയനായി. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ജില്ലാ ആശുപത്രിയിൽ പല ദിവസങ്ങളിൽ പോയി അവിടുത്തെ പരിശോധനയിൽ പൾമണോളജി ഉൾപ്പെടെയുള്ളവർ, ഇതിൻ്റെ അസ്ഥിരോഗ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചിരുന്നു. അവിടുത്തെ റിപ്പോർട്ടിനകത്താണ് ഇദ്ദേഹത്തിന് ഈ വാരിയലിന് പൊട്ടൽ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് എന്ന് പറയുന്ന എക്സ്റേ ഫിലിം ഉൾപ്പെടെയുള്ള ഇവരുടെ കയ്യിൽ എൻ്റെ രേഖകളെല്ലാം ഉണ്ട്. അത് അവർ പറഞ്ഞത്. പിന്നീടാണ് അവിടെ പറ്റാതെ വന്നപ്പോഴാണ് ഈ സിയാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നതും അവിടെ ആദ്യം ICUവിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പൊടുന്നനെ രോഗം മൂർച്ഛിച്ചതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് പറയുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച ഒരാളെ ഞങ്ങൾ പോലീസ് ഇടിച്ചു കൊന്നിട്ടാണ് ഇന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചതെന്ന് പറയാൻ കഴിയുമോ എന്ന് പരിഹാസ രൂപേണ സമൂഹത്തെ മുഴുവനും നോക്കി ഇളിക്കുന്ന, പരിഹസിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഈ ഒരു ഭാഷ്യം. ശരി രാജ്കുമാർ, എന്തായാലും സമഗ്രമാണ്. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. ഈ പോലീസ് സിയാദിനെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ഇന്നലെ തന്നെ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ അടക്കം പോലീസ് ജീപ്പിൽ കൊണ്ടുപോയ സമയത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ എല്ലാ ചട്ടങ്ങളും ലംഘിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്ന കൂടുതൽ വിവരങ്ങൾ. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മഞ്ഞപ്പിത്തമാണ് മരണകാരണം, അത് പോലീസ് മർദ്ദനം എന്ന തരത്തിലൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഇല്ല എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം, അവരുടെ ഒരു അവകാശവാദം. പക്ഷേ അതൊന്നും ശരിയല്ല. അത് ദൃക്സാക്ഷികളടക്കമുള്ള ഒരു സംഭവമാണ്. പോലീസ് ജീപ്പിൽ കൃത്യമായി അതിക്രൂര മർദ്ദനം നേരിടുന്ന ഒരു നിലയിലേക്കൊക്കെ സിയാദ് പോവുകയുണ്ടായി. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ CCTV ക്യാമറകൾ ലോക്കപ്പിലടക്കം സ്ഥാപിക്കുന്ന നിലയുണ്ടായി. അവിടെ എന്ത് സംഭവിച്ചാലും കൃത്യമായിട്ട് അറിയാനായി സാധിക്കും CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണിത് കൃത്യമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എന്നതോണം പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി വാഹനത്തിൽ വച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് അടക്കം കടന്നു പോകുന്നത്.